ലാരിംഗോസീലാണ് ടോപ്പിക്. അപ്പം വോയിസ് ബോക്സ് അഥവാ ലാരിങ്സിന്റെ ഒരു സ്ട്രക്ചർ, പിന്നെ ആ വോയിസ് ബോക്സിനകത്തുള്ള സാക്യൂൾ എന്താണെന്നും പിന്നെ ലാരിംഗോസീൽ എന്താണെന്നും അതെങ്ങനെ വരുന്നെന്നും പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് പിന്നെ അതിന്റെ പേഷ്യന്റെ കംപ്ലൈൻസും അതെങ്ങനെ ചികിത്സിക്കണമെന്ന് പറഞ്ഞുതരാം. അപ്പോ ഇതാണ് വോയിസ് ബോക്സ് ലാരിങ്സ്. ഇപ്പൊ ലാരിങ്സിനകത്ത് ശബ്ദം പുറത്തോട്ട് വരണമെങ്കിൽ ഈ രണ്ട് വോക്കൽ കോഡ്സ് നല്ലപോലെ അനങ്ങണം. അപ്പൊ ആ വോക്കൽ കോഡ് നോർമലായിട്ട് എപ്പോഴും നനവ് കാണണം. പക്ഷേ നനവ് ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഗ്ലാൻസ് ഒന്നും ഇതിന്റെ പുറത്തില്ല. അപ്പോ ആ നനവ് വരുന്ന എവിടെയെന്ന് വെച്ചാൽ ഇതിന്റെ അപ്പൊ വേറെ സെക്ഷൻ ആണ് ഇത്. അപ്പൊ ഈ വോക്കൽ കോഡ്സ് ആണ് ഈ രണ്ട് സ്ട്രക്ചേഴ്സ്. അതിന്റെ സൈഡിൽ കാണുന്നതാണ് ഈ രണ്ട് സ്ട്രക്ചേഴ്സ്. ഇത് രണ്ടിന്റെ ഇടയ്ക്ക് നീ പച്ച കളർ അകത്തോട്ട് പോകുന്ന കണ്ടില്ലേ, അതിനാണ് സാക്യൂൾ എന്ന് പറയുന്നത്. ഈ പിക്ചർ കാണുവാണെങ്കിൽ സാക്യൂൾ എന്ന് പറയും. ആ സാക്യൂള് അവിടെ ഒരുപാട് ഗ്ലാൻസ് ഉണ്ട്, ഗ്രന്ഥിയുണ്ട്. ആ ഗ്രന്ഥിയാണ് അതിന് താഴോട്ട് വന്ന് ഈ വോക്കൽ കോഡ്സിന് നനവ് കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് സാക്യൂൾ. അപ്പൊ എന്തെങ്കിലും കാരണവശാൽ ഈ സാക്യൂളിന്റെ ആ മൗത്ത് പാർട്ട് ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ഈ സാക്യൂൾ വലുതാവും. അങ്ങനെ വലുതാവുമ്പോഴാണ് ലാരിംഗോസീൽ എന്ന് പറയുന്നത്. അത് അകത്ത് മാത്രം നിൽക്കുവാണെങ്കിൽ അതിനെ ഇന്റേണൽ ലാരിംഗോസീൽ എന്നും, അത് ഭയങ്കരമായിട്ട് വലുതായി പുറത്തോട്ട് കഴുത്തിലോട്ട് വരുവാണെങ്കിൽ അതിനെ എക്സ്റ്റേണൽ ലാരിംഗോസീൽ എന്ന് പറയും. അതാണ് രണ്ട് ടൈപ്പ്. അതുകൂടാതെ അത് ജന്മനായിട്ടും ഇത് നമ്മൾ കണ്ടു, എക്സ്റ്റേണൽ ഇന്റേണൽ, അത് രണ്ടും കൂടെ ഒന്നിച്ചും വരാം. അത് കൂടാതെ ജന്മന വരാം, അല്ലെങ്കിൽ ആക്വയർഡ് വരാം. അത് ഏതൊക്കെ തരത്തിലെ ആൾക്കാർക്കാണ് ഈ ലാരിംഗോസീൽ ഉണ്ടാവുന്നത്? അപ്പൊ ഈ പേഷ്യന്റ് ഓൾറെഡി ഒരു പ്രീഡിസ്പോസിങ് ഫാക്ടർ ഉണ്ട്. അവർക്ക് അവിടെ ഞാൻ കാണിച്ച സാക്യൂളിന്റെ അവിടെ ഒരു ചെറിയൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അതിന്റെ കൂടെ അവരുടെ ജോലി അനുസരിച്ച് ഗ്ലാസ് ബ്ലോവർ ആണെങ്കിലോ ഒരു ട്രംപറ്റ് ബ്ലോവർ ആണെങ്കിലോ ഇല്ലെങ്കിൽ വെയിറ്റ് കൂടുതൽ എടുക്കുന്നതാണെങ്കിലോ അങ്ങനെ ചെയ്ത് വരുമ്പം ആ ബ്ലോക്കും കൂടെ ഉള്ളത് കൊണ്ട് ആ ലാരിംഗോസീലിന്റെ സൈസ് വലുതാവും. അങ്ങനെയാണ് നിങ്ങൾ ഈ പിക്ചറിൽ നിങ്ങൾ കണ്ടത്. വലുതായി ഉള്ളിലകത്ത് ഇല്ലെങ്കിൽ പുറത്ത് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. പേഷ്യന്റ് കംപ്ലൈന്റ് വെളിയിലോട്ട് കഴുത്തിലോട്ട് വരുവാണെങ്കിൽ അത് അവർക്ക് കഴുത്തിലെ ഒരു മുഴ പോലെ കാണാം. അകത്തോട്ട് വരുവാണെങ്കിൽ അകത്തെ ശബ്ദ വ്യത്യാസം ഉണ്ടാവും. ഈ പേഷ്യന്റെ അടുത്ത് നമ്മൾ മൂക്കും വായ അടച്ച് വെളിയിലോട്ട് കാറ്റ് ബ്ലോ ചെയ്യുവാൻ പറയുകയാണെങ്കിൽ നമ്മൾ ആ വീക്കം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. അപ്പൊ എക്സ്റ്റേണൽ ലാരിംഗോസീൽ എന്നാണ്. അതല്ല അവിടെ അങ്ങനെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്റ്റേണൽ ലാരിംഗോസ്കോപ്പി എൻഡോസ്കോപ്പി റൂമിൽ ചെയ്യും. അത് ഒരു 5 മിനിറ്റ് എടുത്തുള്ളൂ. എൻഡോസ്കോപ്പ് മൂക്ക് വഴിയിട്ട് ആ വോയിസ് ബോക്സിന് അവിടെ കൊണ്ട് എത്തിച്ചാൽ അത് ചെയ്തിട്ട് പേഷ്യന്റ് അടുത്ത് മൂക്കും വായും പൊത്തി പിടിച്ച് കാറ്റ് വെളിയിലോട്ട് പറയുകയാണെങ്കിൽ അവിടെ ഒരു വീക്കം കാണാൻ പറ്റും. ഇന്റേണൽ ലാരിംഗോസീൽ ഇത് നോർമല, ഒരു വീക്കവും ഇല്ല. നമ്മൾ വാൽസൽവ ബാൻഡോ അല്ലെങ്കിൽ ചുമക്കുമ്പം ഇതുപോലൊരു വീക്കം വരും. പിന്നെ മൂക്കുമൊക്കെ നോർമലായിട്ട് വിടുവാണെങ്കിൽ ചുമച്ചല്ലെങ്കിൽ ഇത് പോവുകയും ചെയ്യും. അതാണ് ഇന്റേണൽ ലാരിംഗോസീൽ. അപ്പൊ നമുക്ക് ഏകദേശം ക്ലിനിക്കൽ ഡയഗ്നോസിസ് ആയി. നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടി ഒരു എക്സ്റേ എടുക്കാം, അല്ലെങ്കിൽ CT എടുക്കാം. ഞാൻ സാധാരണ CT എടുക്കുന്നത്. CT എടുക്കുന്ന 2 കാരണം. ഒന്ന്, നമുക്ക് ഡയഗ്നോസിസ് കിട്ടും. വേറൊന്ന്, ചിലപ്പം ഇതുപോലെ കണ്ടീഷൻസിൽ ക്യാൻസർ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും അതിന് അവിടെ ഒരു തടസ്സം വരാൻ കാരണം. അപ്പൊ അത് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. അപ്പൊ ഈ ലാരിംഗോസീൽ സാധാരണ അകത്ത് എയർ ആക്കാണ്, കാറ്റാണ്. ചിലപ്പം ഇൻഫെക്റ്റഡ് ആണെങ്കിൽ അത് പയോസീലായിട്ട് മാറുകയും ചെയ്യും. അപ്പൊ ഇങ്ങനത്തെ കണ്ടീഷൻ വരുവാണെങ്കിൽ ഇന്റേണൽ ലാരിംഗോസീൽ ആണെങ്കിലും എക്സ്റ്റേണൽ ലാരിംഗോസീൽ ആണെങ്കിലും മെഡിക്കൽ ട്രീറ്റ്മെന്റിൽ മാറത്തില്ല. നമുക്ക് സർജറി ചെയ്തേ പറ്റൂ. അത് ഇന്റേണൽ ആണെങ്കിൽ നമുക്ക് എൻഡോസ്കോപ്പി വെച്ച് ചെയ്യാം. എക്സ്റ്റേണൽ ആണെങ്കിൽ എക്സ്റ്റേണൽ അപ്രോച്ച് വെച്ച് സർജറി ചെയ്ത് അത് കംപ്ലീറ്റ് ആയിട്ട് മാറിയാലേ
ഈ അസുഖം മാറത്തുള്ളൂ. അങ്ങനെയാണ് ലാരിങ്കോസീൽ എന്ന് പറഞ്ഞ അസുഖം നമ്മൾ ചികിത്സിക്കുന്നത്. നമസ്കാരം.